തുളസിയുടെ കഴുത്തിന് പിടിച്ച് ദുർഗ ചോദിക്കുകയാണ്. പറയടി, എവിടെയാണ് നീ ആദിയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? എവിടെ അവൻ പറയൂന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് തുളസി. ആതിര പറയുകയാണ്, ഇവൾ കള്ളം പറയുകയാണ് ആന്റി. ഇവൾ പറയുന്നത് ഇനിയെങ്കിലും ആന്റി വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആദി എവിടെയെന്ന് എനിക്കറിയില്ല. കള്ളം. നീയും ഉമാമഹേശ്വരിയും ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ നടത്തുന്ന നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി. നീയും അവളും കൂടി ആദിയെ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ, പറയുന്നതാണ് നിനക്ക് നല്ലത്. അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. സത്യമായിട്ടും ആദി എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കൂ ദുർഗാമ്മയെന്ന് പറഞ്ഞ് ദുർഗയുടെ കയ്യിൽ പിടിക്കുകയാണ് തുളസി. പക്ഷെ ദുർഗ കൈ തട്ടിമാറ്റുകയാണ്. ഉമാമഹേശ്വരിയും ഞാനും ചേർന്ന് നാടകം കളിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ്. ഇപ്പോൾ അവരുടെ പ്രധാന ശത്രു ഞാനാണ്. ഞാൻ എങ്ങനെയാണ് അവരുടെ ശത്രുവായത്? ആർക്കു വേണ്ടിയാണ് അവരുടെ ശത്രുവായത്? എല്ലാം ദുർഗാമ്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ലേ? ഇത്രയും നാള് ഞാനും ആ ഉമാമഹേശ്വരിയുടെ പിടിയിൽ ആയിരുന്നു. അവരെന്നെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എന്തിനാണ് അവർ ചെയ്തത്? ദുർഗാമ്മയുടെ പദവി തട്ടിയെടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി അവരെന്നെ എത്രമാത്രം ദ്രോഹിച്ചുവെന്ന് ദുർഗാമ്മയ്ക്ക് അറിയാമോ? അതൊക്കെ പറഞ്ഞ് കരയുകയാണ് തുളസി. എന്റെ പദവിക്ക് വേണ്ടിയാണ് അവൾ നിന്നെ പിടിച്ചുകൊണ്ടു പോയതെങ്കിൽ അവൾക്ക് ഇപ്പോഴും ആ പദവി കിട്ടിയില്ലല്ലോ. പദവി കിട്ടാതെ അവൾ നിന്നെ എങ്ങനെ പുറത്തുവിട്ടു? അത് കറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ആതിര പറയുകയാണ്. പിന്നീട് ദുർഗ ചോദിക്കുകയാണ്, പറയടി, നീ പിന്നെ എങ്ങനെ അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു? അത് പിന്നെ അവര് വന്ന് എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട, പൊയ്ക്കോളാൻ. അങ്ങനെ അവര് പറഞ്ഞപ്പോൾ ഉള്ള ജീവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നതാണ്. അല്ലാതെ ഒന്നും എനിക്കറിയില്ല. പച്ചക്കള്ളം. നീ വീണ്ടും എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം ഉമാമഹേശ്വരി ദുർഗയെ ഫോൺ ചെയ്യുകയാണ്. ദുർഗ, ഇനി നിന്റെ മകന്റെ വിവാഹ മുഹൂർത്തത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. അവനെ തിരികെ വേണമെങ്കിൽ നീ നിന്റെ സ്ഥാനം രാജിവെക്കണം. ആ രാജിക്കത്തുമായി നീ വന്നാൽ നിനക്ക് നിന്റെ മകനെ കിട്ടും. ഇല്ലെങ്കിൽ എന്ന് പറയുകയാണ് ഉമ. അയ്യോ ഉമ, എന്റെ മകനെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും വേണ്ട. ഒരു പദവിയും വേണ്ട. എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ നീ രാജിക്കത്തുമായിട്ട് വാ, ഞാൻ വരാം. രാജിക്കത്തുമായിട്ട് വരാം. ഉമ പറയൂ, ഞാൻ എവിടേക്കാണ് വരേണ്ടത്? വേറെ എവിടേക്കും വരണ്ട. നീ നിന്റെ ഗേറ്റിന്റെ വെളിയിൽ നിന്നാൽ മതി. ഞാൻ അവനെയും കൊണ്ട് അങ്ങോട്ട് വരാം. വേഗം വരണേ, അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുകയാണ് ദുർഗ. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് ഉമാമഹേശ്വരി. അതിനുശേഷം തുളസി ചോദിക്കുകയാണ്, ആ ഉമാമഹേശ്വരിയാണോ വിളിച്ചത്? അവരെന്താണ് പറഞ്ഞത്? ഞാൻ രാജിക്കത്ത് തയ്യാറാക്കി വെക്കണം, അവൾ ആദ്യമായിട്ട് ഇവിടെ വരാമെന്ന്. ഞാൻ രാജിക്കത്ത് എഴുതാം, അതിന് വലിയ സമയം വേണ്ടല്ലോ. പക്ഷേ അവൾ എപ്പോൾ ആദ്യമായിട്ട് വരും? വൈകിക്കഴിഞ്ഞാൽ മുഹൂർത്തം എന്ന് പറയുകയാണ് ദുർഗ. അന്നേരം തുളസിയുടെ മുഖത്ത് സന്തോഷം വിരിയുകയാണ്. ആതിര പറയുകയാണ്, അയ്യോ, മുഹൂർത്തത്തിന് കുറച്ചു സമയം കൂടിയല്ലേ ഉള്ളൂ. ഈ മുഹൂർത്തവും തെറ്റുമോ? അപ്പോൾ എനിക്ക് ആദിയേട്ടന്റെ ഭാര്യയാവാനുള്ള യോഗമില്ലേ? ആതിര, നീ ഇങ്ങനെ കരയാതിരിക്കുക. നീ ഇങ്ങനെ കരയുമ്പോൾ എനിക്കും സങ്കടമാവുകയാണ്. മുഖത്തെ ചിരി മായ്ച്ചുകൊണ്ട് സങ്കടം വരുത്തി തുളസി പറയുകയാണ്, നീ കരയല്ലേ ആതിര. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. നീ എത്രമാത്രം ആദിയെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ താലി ചാർത്തണം എന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷെ നിന്റെ ഈ വേദന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട, ആദിയെ നീ എടുത്തോ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. മനുഷ്യന് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അത് നടത്തി തരുന്നതിന് ഈശ്വര നിശ്ചയം കൂടി വേണമല്ലോ. ഞാനും ആദിയും തമ്മിലുള്ള വിവാഹത്തിനോട് ഈശ്വരന് തീരെ താല്പര്യമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്റെ വിധി, അത് ഞാൻ അനുഭവിച്ചോളാം. മുഹൂർത്തമൊന്നും തെറ്റില്ല. അതിനു മുമ്പ് ആദി ഇവിടെ എത്തും. എന്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. നീ സങ്കടപ്പെടാതിരിക്കെ. നീയും ആദിയും തമ്മിലുള്ള വിവാഹം നടക്കും. ആദി, അവന്റെ ഓർമ്മയിൽ ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. എല്ലാവിധ മംഗളാശംസകളും. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും കരച്ചിൽ വരുത്തി അവിടെ നിന്നും പോവുകയാണ് തുളസി. പിന്നീട് ദുർഗ ഗേറ്റിന്റെ വെളിയിൽ രാജിക്കത്തുമായി ഉമാമഹേശ്വരിയെ കാത്തു നിൽക്കുകയാണോ? ഉമ്മയെ കാണുന്നില്ലല്ലോ. അവൾ ആദിയെയും കൊണ്ട് വരാൻ വൈകിയാൽ വിവാഹ മുഹൂർത്തം തെറ്റുമല്ലോ. ഒന്നുകൂടെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ് ദുർഗ. ഹലോ ഉമ, നീ എവിടെയാണ്? ഞാനിവിടെ നിന്നെയും കാത്തു നിൽക്കുകയാണ്. നീ എന്താ വരാൻ വൈകുന്നത്? അയ്യോ ദുർഗ, ഞാനിപ്പോൾ ഒരു അത്യാവശ്യ ജോലിയിലാണ്. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ഞാൻ നിന്റെ മോനെയും കൊണ്ട് അങ്ങോട്ടത്തേക്ക് വന്നോളാം. ഉമ പ്ലീസ്, നീ ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് നീ ഉടനെ എവിടെ എത്തിയേ പറ്റൂ. വിവാഹ മുഹൂർത്തത്തിന് ഇനി അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ പ്ലീസ് എന്ന് പറയുകയാണ് ദുർഗ. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് എന്റെ കാര്യം നോക്കിയല്ലേ പറ്റൂ. ആദ്യം അവനവന്റെ കാര്യം നോക്കിയിട്ടേ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പറ്റൂ. നീ അവിടെ വെയിറ്റ് ചെയ്യ്. വിവാഹ മുഹൂർത്തമൊന്നും എന്റെ വിഷയമല്ലേ ദുർഗ. എനിക്ക് വേണ്ടത് നിന്റെ രാജിയാണ്. രാജിവെക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. നീ ഇവിടെ എത്തുമ്പോൾ രാജിക്കത്ത് നിന്റെ കയ്യിൽ കിട്ടിയിരിക്കും. എനിക്ക് പദവിയും പ്രതാപവും ഒന്നും വേണ്ട. എനിക്ക് എന്റെ മോനെ മാത്രം മതി. എന്റെ വിവാഹം മുടങ്ങാതെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കണം. എനിക്ക് അത്രയുള്ളൂ. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് പ്ലീസ് എന്ന് പറയുകയാണ് ദുർഗ. ഇതൊക്കെ നീ എനിക്കെതിരെ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ ആലോചിക്കണമായിരുന്നു. നീ ആലോചിച്ചില്ലല്ലോ. തത്തയ്ക്ക് ഓതുന്നത് പോലെ ഞാൻ നിന്നോട് ഓതിയതല്ലേ. എന്നിട്ട് നീ കേട്ടോ? ഇല്ലല്ലോ.
അപ്പോ പിന്നെ നീ അനുഭവിക്കുക. മര്യാദയ്ക്ക് നീ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോ. സമയമാകുമ്പോൾ നിന്റെ മോനെയും കൊണ്ട് ഞാൻ അങ്ങോട്ടത്തേക്ക് വരും, കേട്ടല്ലോ. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് ഉമ. ദുർഗ പറയുകയാണ്, ഇത് ഞാൻ അനുഭവിക്കണം, എല്ലാം എന്റെ ബുദ്ധിമോശമാണ്. അതിനുശേഷം തുളസി തിരികെ വീട്ടിലെത്തുകയാണ്. തുളസിയെ കണ്ട് പ്രിയയും ജയനും സന്തോഷിക്കുകയാണ്. പ്രിയ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്നെ ഉമാ മാഡം കൊണ്ടെത്തിച്ചതാണ്. എന്നിട്ട് ഉമ പോയോ എന്ന് ജയൻ ചോദിക്കുന്നു. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ, അവര് നിന്നെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ഏയ്, എന്നെ ഉപദ്രവിക്കാനോ? ഇത് തുളസിയാണ്. എന്നെ ആരും ഉപദ്രവിക്കില്ല. ഞാനും ഉമാ മാഡവും ഇപ്പോൾ നല്ല കൂട്ടായി. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അവരത് ആ സെക്കൻഡിൽ ഇപ്പോൾ നടത്തി തരും. ഉമാ മാഡത്തിന് ഇപ്പോൾ എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. ആദ്യ വന്നു എന്ന് ചോദിക്കുകയാണ് ജയൻ. തുളസി പറയുന്നു, ഏയ്, അവനിപ്പോഴൊന്നും വരില്ല. അവനിപ്പോൾ വന്നാലേ അവനെ ദുർഗാമ്മ ആതിരയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ലേ. വിവാഹ മുഹൂർത്തം ഒന്ന് കഴിയട്ടെ, എന്നിട്ടേ അവൻ അവിടെ വരൂ. അതിനുള്ള പ്ലാനൊക്കെ ഞാനും ആദിയും കൂടി ഉമാ മാഡത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ആള് കൊള്ളാമല്ലോ എന്ന് പറയുകയാണ് പ്രിയ. ആദിയെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല, ഞങ്ങൾ അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. ഇതല്ലാതെ ഈ കല്യാണം പൊളിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. അവനവിടെ ഒരു കുഴപ്പവുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അവനെ കാണാതെ ദുർഗേച്ചി ആകെ ടെൻഷനിലാണ്. ദുർഗാമ്മ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. ഞാൻ അവരെ കണ്ടിരുന്നു. ഇതൊക്കെ എന്റെ പ്ലേ ആണോ എന്ന് ദുർഗാമ്മയ്ക്ക് ഒരു സംശയം. ഞാനൊരു പിടുത്തവും കൊടുത്തില്ല. ഇപ്പൊ ഉമാ മാഡം വീണ്ടും ദുർഗാമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദുർഗാമ്മ ഇപ്പോൾ തീയിൽ ചവിട്ടിയ പോലെയാണ് നിൽക്കുന്നത്. ഞാൻ പറയുകയാണ്, അപ്പോൾ നീ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് നടക്കുന്നത്. ഒരു കുഴപ്പവുമില്ല. ദുർഗാമ്മ എനിക്കൊരു പണി തരുമ്പോൾ ഞാനും നൈസായിട്ടൊരു പണി തിരിച്ചു കൊടുക്കണ്ടേ? പക്ഷെ ഇവരുടെ ഈ സംസാരമെല്ലാം ഒളിഞ്ഞു നിന്ന് സുലു കേൾക്കുന്നുണ്ട്. സുലു എത്രയും പെട്ടെന്ന് ദുർഗയുടെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം ദുർഗയുടെ പ്ലാനാണ്. അവൾ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ദുർഗേച്ചി. അതുകൊണ്ട് തന്നെ തുളസി വിചാരിക്കാതെ ആദി തിരികെ എത്തില്ല. ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു? തുളസിയാണ് ഇതിന്റെ പുറകിലെന്ന് നിനക്കെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അവൾ അത് ജയനോടും പ്രിയോടും പറയുന്നത് ഞാൻ കേട്ടതാണ്. ദുർഗേച്ചി അവൾക്ക് പണി കൊടുത്തപ്പോൾ അവള് തിരിച്ച് പണി തന്നതാണ്. കല്യാണം മുടക്കുകയാണ് അവളുടെ ലക്ഷ്യം. ഇപ്പൊ ഏതാണ്ട് വിജയിച്ച മട്ടിലാണ്. ദുർഗ പറയുകയാണ്, നീ പറഞ്ഞതുപോലെ തുളസിയാണ് ഇതിനെല്ലാം പിന്നിലെങ്കിൽ അവളെ ഞാൻ പിന്നെ വച്ചേക്കില്ല. അയ്യോ ദുർഗേച്ചി, ഞാൻ കള്ളം പറഞ്ഞതല്ല. അവള് പഠിച്ച കള്ളിയാണ്. ഈ ഉപയോഗിച്ച് കാര്യങ്ങളെല്ലാം അവൾ ആഗ്രഹിച്ച പോലെ നടത്തി. ഇനിയിപ്പോൾ നമുക്ക് അവളുടെ കളി കണ്ടു നിൽക്കാനേ പറ്റൂ. ചേച്ചി ഇപ്പൊ തന്നെ പോയി അവളെ പിടിച്ചു വരട്ടെ. അവള് ഉള്ള സത്യം പറയും. വേണ്ട, ഇപ്പോഴവളെ ചോദ്യം ചെയ്താൽ ശരിയാവില്ല. അവളുടെ പദ്ധതികളൊക്കെ ഞാൻ അറിഞ്ഞുവെന്നറിഞ്ഞാൽ അവൾ അടുത്ത അടവെടുക്കും. അതിനിട കൊടുക്കാൻ പാടില്ല. എനിക്ക് വേണ്ടത് രാജിയല്ലേ? ഞാൻ ആ രാജിക്കത്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അവൾ ആദിയും കൊണ്ട് ഇവിടെ വരും. അതിനുശേഷം തുളസിക്കുള്ള മറുപടി കൊടുക്കാം. എന്നാലും ദുർഗേച്ചി എന്ന് പറയുകയാണ് സുലു. ദുർഗ പറയുകയാണ്, ബുദ്ധിമോശം കാണിച്ചാൽ ഈ വിവാഹം നടക്കില്ല. അന്നേരം അവിടേക്ക് ജയനും പ്രിയയും എത്തുകയാണ്. ദുർഗേച്ചി എന്ന് പ്രിയ വിളിക്കുമ്പോൾ ദുർഗ ദേഷ്യപ്പെടുകയാണ്. മിണ്ടരുത് നീ, മിണ്ടരുത് രണ്ടാളും. എനിക്കെല്ലാം മനസ്സിലായി. ജയൻ ചോദിക്കുകയാണ്, ദുർഗേച്ചി എന്തായി പറയുന്നത്? എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ചേച്ചിക്ക് എന്ത് മനസ്സിലായി എന്നാണ്? അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടെടുത്തോളം മതി. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടെന്ന്. ദുർഗേച്ചി എന്ന് പ്രിയ വിളിക്കുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ദുർഗ. പറഞ്ഞത് കേട്ടില്ലേ, ഇറങ്ങിപ്പോകാൻ. ഇനി രണ്ടാളെയും എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോ. പ്രിയെ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് ജയൻ പ്രിയയും കൂട്ടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സങ്കടപ്പെട്ട് കരയുന്ന ആതിരയാണ്. അവിടേക്ക് തുളസി എത്തുകയാണ്. ആതിര, ആതിര, നീ എന്തിനാണ് കരയുന്നത്? ഇനിയും സങ്കടപ്പെടുന്നത് എന്തിനാണ്? ആദിയും നീയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് എനിക്ക് എതിർപ്പില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആദിയെ ദൈവം നിനക്കാണ് വിധിച്ചിരിക്കുന്നത്. അതെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇനി നിന്നോട് അസൂയ തോന്നിയിട്ടോ വൈരാഗ്യം വച്ചു പുലർത്തിയിട്ടോ ഒരു കാര്യവും ഇല്ല. നിന്റെ വിധി ഇതാണെന്നറിയാതെ ഞാൻ നിന്നോട് ഒരുപാട് വഴക്കിട്ടു. എല്ലാം ആദിയെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. നീ പറഞ്ഞിട്ടെന്താ? ഞാനൊരു മണ്ടി. ആതിരെ, നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. സോറി ആതിരെ, ഐ ആം റിയലി സോറി. അവസരത്തിൽ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? സന്തോഷിക്കാതിരെ, സന്തോഷിക്കുക. കരഞ്ഞുകൊണ്ട് ആതിര ചോദിക്കുകയാണ്, ഞാൻ ഇനി എങ്ങനെ സന്തോഷിക്കാനാണ്? അതെന്താ നിനക്ക് സന്തോഷിച്ചാൽ? മുഹൂർത്തം മുടങ്ങിപ്പോയില്ലേ? എനിക്കിനി ആദിയേട്ടന്റെ ഭാര്യയാവാൻ പറ്റില്ല. എനിക്കതിനുള്ള വിധിയില്ല. മുഹൂർത്തം മുടങ്ങിയ സ്ഥിതിക്ക് കല്യാണം ഇനി എങ്ങനെ നടക്കാനാണ്? മുഹൂർത്തം കഴിഞ്ഞു പോയത് വളരെ കഷ്ടം തന്നെയാണ്. ഉമാമഹേശ്വരി അതിക്രൂര തന്നെയാണ്. മേഡത്തോട് അവർക്ക് എന്തൊക്കെ ശത്രുത ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദുർഗാമ്മ പദവി രാജിവെക്കാമെന്ന് അവരോട് പറഞ്ഞതല്ലേ? ആയിരക്കണക്കിന് വോട്ടുകളിൽ ജയിച്ച ദുർഗാമ്മ ആ സ്ഥാനം രാജിവെക്കാമെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമാണോ? ഇല്ല, അതെന്തിനാ അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് ദുർഗാമ്മ തയ്യാറായത്? നീയും ആദിയും തമ്മിലുള്ള വിവാഹം കൃത്യസമയത്ത് നടന്നു കാണാൻ വേണ്ടിയല്ലേ? ദുർഗാമ്മ അങ്ങനെ താഴുമ്പോൾ തിരികെ അങ്ങനെ ഒരു മര്യാദ ഉമാമഹേശ്വരിയും കാണിക്കണ്ടേ? ഇപ്പൊ മുഹൂർത്തവും കഴിഞ്ഞു, കല്യാണവും മുടങ്ങി മണിക്കൂറുകളുമായി. കല്യാണം കൂടാൻ വന്ന സകലരും മടങ്ങി പോവുകയും ചെയ്തു. എന്നിട്ടും ഉമാമഹേശ്വരി വാക്കുപാലിച്ചില്ല.
ആദി എവിടെയാണെന്ന് പോലും അറിയില്ല. ആദിയെ ഇനിയും കാണാതിരുന്നാൽ മാമൻ എന്തായാലും വെറുതെ ഇരിക്കില്ല. ഇങ്ങനെയും ആദിയെ തിരികെ വീട്ടിലെത്തിക്കും. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തി തരികയും ചെയ്യും. ആതിര ചോദിക്കുകയാണ്, അതിന് മുഹൂർത്തം മുടങ്ങിപ്പോയില്ലേ? ആതിരെ, ഈ മുഹൂർത്തം തെറ്റിപ്പോയാലും നിങ്ങളുടെ വിവാഹം നടത്താൻ കഴിയുന്ന വേറെ മുഹൂർത്തങ്ങളും വരും. നീ എന്നെ കളിയാക്കുകയാണോ? ഏയ് അല്ല. പറഞ്ഞത് സത്യമാണോ? ഇനി മുഹൂർത്തം വരുമോ? പിന്നെ സത്യമായിട്ടും അത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ മാസത്തിനുള്ളിലോ വരും. ഇരിക്കുമെന്ന് ചോദിക്കുകയാണ് ആതിര. ഇരിക്കുമെന്ന് പറയുകയാണ് തുളസി. ശേഷം തുളസി അവിടെ നിന്നും പോവുകയാണ്. തുളസിയുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് നിൽക്കുകയാണ് ആതിര. വീണ്ടും ഉമാമഹേശ്വരി ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ദുർഗ. പക്ഷെ കിട്ടുന്നില്ല. ദുർഗ പറയുകയാണ്, തുളസി ഇതെല്ലാം തുളസിയുടെ കളിയാണല്ലോ. ഇത്തവണ ഉമാമഹേശ്വരിയെ കൂട്ടുപിടിച്ചാണ് അവൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. തുളസി, നീ തൽക്കാലം ജയിച്ചു. പക്ഷെ ഇനി നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ മുഹൂർത്തം കഴിഞ്ഞാലും ആതിരയുടെയും കല്യാണം നടത്താനുള്ള മറ്റൊരു നല്ല മുഹൂർത്തം വരും. ആ മുഹൂർത്തത്തിൽ ഞാൻ ആദിയെ കൊണ്ട് ആതിരയുടെ കഴുത്തിൽ താലി കെട്ടിക്കും. എങ്ങനെയാണ് തടയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.